നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനം ഒരാൾക്ക് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പെരുന്ന NSS ആസ്ഥാനത്തെത്തി. ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. പവന് 48,080 രൂപ. 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 6,010 രൂപ. വാർത്തകൾ വിശദമായി. ഒരാൾക്ക് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനം സംബന്ധിച്ച് കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനത്തിൽ ഒരാൾക്ക് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിടുന്നത് ശരിയല്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. പത്മജയുടെ വിഷയത്തിൽ കെ മുരളീധരൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടിയിൽ അവഗണന ഉണ്ടായിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അറിയില്ല. എന്നെക്കാൾ അധികം ആ കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് ശ്രീ കെ മുരളീധരൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ 100% ഒരുപോലെ പരിഗണന കിട്ടും, ആർക്കെങ്കിലും കിട്ടുമോ? അങ്ങനെ ഈ കാലത്തിനൊത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും. ചില ഭാഗ്യശാലികൾ അതിനേക്കാൾ മുമ്പൊക്കെ ഇതിന് വന്നിട്ടുണ്ടാകാം. ചില അർഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് അവർക്കത് ആ സ്ഥാനത്തെത്താൻ പറ്റാതെ പോയിട്ടുണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായി നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ട്രാൻസാക്ഷൻസിനകത്ത് ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ അതൊന്നും പാർട്ടി വിടാനുള്ള കാര്യമാണ്. പാർട്ടിക്കുള്ളിലെ അവഗണനയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാർ തോൽപ്പിച്ചു എന്ന ആരോപണത്തെയും സംബന്ധിച്ച് പാർട്ടി അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു പരാതിയും പത്മജ വേണുഗോപാൽ തനിക്ക് തന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് എത്തി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ഇതൊരു സ്വകാര്യ സന്ദർശനം മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയത്. തുടർന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ഇതൊരു സ്വകാര്യ സന്ദർശനം മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് എത്തിയതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഞാൻ വന്നത് ഒരു കർട്ടസി വിസിറ്റ്. ഒരു തിരുവനന്തപുരത്ത് ഒരു വികസനത്തിൻ്റെ ഒരു ജേർണിയിലാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി സാറിൻ്റെ കൂടെ ഒരു കർട്ടസി വിസിറ്റും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാനാണ് ഞാൻ ഇന്ന് വന്നത്. അദ്ദേഹം നല്ലൊരു ഇച്ചിരി പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് ആസ് എ ഗിഫ്റ്റ്. അതുമാത്രം, വേറെ ഒരു അങ്ങനെ ഒരു പോളിറ്റിക്സ് ഒന്നുണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഞാനല്ല വന്നത്. ഞാൻ ഒരു ബേസിക് ഒരു കോർട്ടസി വിസിറ്റും ഒരു അനുഗ്രഹം ആണ് ഞാൻ. അടുത്തിടെ ബി.ജെ.പിയിൽ ചേർന്ന ഷോൺ ജോർജിനൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖരൻ പെരുന്നയിലെത്തിയത്. തുടർന്ന് ജി സുകുമാരൻ നായർ രാജീവ് ചന്ദ്രശേഖരന് ബുക്ക് സമ്മാനമായി നൽകി. അതേസമയം തിരുവനന്തപുരത്തെ പ്രാദേശിക എതിർപ്പിനെ കുറിച്ച് അറിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് പ്രാദേശിക ബി.ജെ.പി. നേതാക്കൾ ചിലരുടെ പ്രതിഷേധം താങ്കളുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചു. ഇന്നൊന്ന് പ്രാദേശിക ചില നേതാക്കളെ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ബന്ധപ്പെട്ട് ചില പ്രതിഷേധമൊക്കെ അറിയിച്ചു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ. എനിക്ക് അങ്ങനെ ടെലിഗ്രാം ഒന്നും കിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലാണ് സ്വർണം ഇന്ന്. പവന് 320 രൂപ വർദ്ധിച്ച് 48,080 രൂപയായി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 6,010 രൂപയായി. അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണം. വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാകുന്നതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ചേർപ്പങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ജനങ്ങൾക്ക് നേരെ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വേറിട്ട പ്രതിഷേധം നടത്തി വിദ്യാർത്ഥികൾ. ചേർപ്പങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളാണ് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ടത്. അതിൽ 3 പേർക്ക് നഷ്ടപരിഹാരം 50,000 രൂപ. ഒരു മനുഷ്യജീവന് സർക്കാർ നൽകുന്ന വില 50,000 രൂപയാണോ? കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധ നേടി. എത്ര നഷ്ടപരിഹാരം തന്നാലും എന്തൊക്കെ പറഞ്ഞാലും പെറ്റവരന് ആശ്വാസമാകോ? നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് പകരാമോ? കാട്ടിലെ ജീവനുകളെ സംരക്ഷിക്കാൻ നെട്ടോട്ട് ഓടുമ്പോ കടിച്ചു കീറി എന്റെ പിഞ്ചു കുഞ്ഞിന് നേരെ നിങ്ങൾ കണ്ടെടുക്കുകയാണോ? അസിസ്റ്റന്റ് പ്രൊഫസർ ബ്രിസ്റ്റോ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, മിനിമം വേതനം ഉറപ്പുവരുത്തുക, കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ച റേഷൻ പുനഃസ്ഥാപിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, വിതരണം തീർന്ന് 10 ദിവസത്തിനകം വേതനം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. കോട്ടയത്ത് ടൗണിൽ നിന്നും മാറ്റി ബഹുജന മാർച്ചോടെ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം നടത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടക്കാരുടെ കൂടി താൽപര്യം പരിഗണിച്ച് റേഷൻ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. റേഷനിങ് സിസ്റ്റത്തിനകത്ത് അടിമുടി മാറ്റമുണ്ടാകണം. റേഷൻ കടക്കാരുടെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിൽ വ്യത്യാസമുണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. നമ്മളുടെ ഏറ്റവും നല്ല സിസ്റ്റമാണ് റേഷനിങ് സിസ്റ്റം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്തുമാകാം എന്ന് കരുതുകയും ചെയ്യരുത്. ഇവിടെ മറ്റ് സംസ്ഥാനത്തുള്ളതിനേക്കാൾ നമ്മളുടെ ഈ ഔട്ട്ലെറ്റ് വളരെ കറക്റ്റാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ റേഷനിങ് സിസ്റ്റം കറക്റ്റായി പോകുന്നത്? ആരെങ്കിലും സെക്രട്ടേറിയറ്റിലിരുന്ന് അവിടെ ചെയിൻ പിടിക്കുന്നുണ്ടല്ല, റേഷൻ കടയിലിരിക്കുന്ന നിങ്ങളാണ് ഈ സിസ്റ്റം കറക്റ്റായി കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്. KSRRDA കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജെയിംസ് അധ്യക്ഷനായി. CIT കോട്ടയം ജില്ലാ പ്രസിഡന്റ് റെജി സഖറിയ, KSRTA സംസ്ഥാന സെക്രട്ടറി KK ശിശുപാലൻ, ഉണ്ണികൃഷ്ണപിള്ള, സേവ്യർ ജെയിംസ്, ഗിരീഷ്, ഇർഷാദ്, V ജോസഫ്, മുരളീധരൻ, ജിമ്മി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം വടവാതൂർ താന്നിക്കപ്പടിയിൽ കൃഷിഭൂമിയിൽ വൻ തീപിടുത്തം. താന്നിക്കപ്പടി പുതുശ്ശേരി CMS LP സ്കൂളിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. കോട്ടയത്ത് നിന്നും അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സ്വകാര്യ വ്യക്തിയുടെ 2 ഏക്കറിലധികം വരുന്ന കപ്പ കൃഷി നടത്തിയിരുന്ന ഭൂമിയിലാണ് തീപിടുത്തമുണ്ടായത്. മറ്റ് കാർഷിക വിളകളും കത്തിനശിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പാമ്പാടി ഈസ്റ്റ് ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിൽ പുതുതായി നിർമ്മിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം സംഘത്തിനുള്ള ISO സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഓർവയിലുള്ള സംഘം കെട്ടിടത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം അധ്യക്ഷയായി. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീര സംഘങ്ങളുടെ ശാക്തീകരണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.25 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ക്ഷീര കർഷകർക്കായി കർഷക സമ്പർക്ക പരിപാടികൾ, പാൽ ഗുണനിയന്ത്രണ ബോധവൽക്കരണ പരിപാടി, സംഘം പൊതുയോഗങ്ങൾ, മറ്റു വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നതിനായി ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നടപടികൾ അപര്യാപ്തമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വന്യമൃഗശല്യം തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് ആവശ്യപ്പെട്ടു. വന്യമൃഗ ആക്രമണങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ദുരന്ത നിവാരണ സംവിധാനം എന്നത് പുതിയ നടപടിയായി കരുതാൻ കഴിയില്ല. വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താനുള്ള നടപടികൾ ഉണ്ടാകണം. ഇലക്ട്രിക് വേലി ഉൾപ്പെടെ മുൻപ് ചെയ്ത മുൻകരുതലുകൾ എത്രത്തോളം ഫലപ്രദമായി എന്ന് വിലയിരുത്തണം. വന്യമൃഗശല്യം തടയാൻ കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ചേർന്ന് പദ്ധതി തയ്യാറാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ഇത് ഗൗരവമായിട്ട് കണ്ടത് 3 സംസ്ഥാനങ്ങൾ തമ്മിൽ ചേരുന്നതാണ്.
നമ്മളുടെ ഈ ഫോറസ്റ്റ് ഏരിയ. തമിഴ്നാടിൻ്റെ ഏരിയ ഉണ്ട്, കർണാടകത്തിൻ്റെ ഏരിയ ഉണ്ട്, കേരളമുണ്ട്. അപ്പം ഈ 3 സംസ്ഥാനങ്ങൾ കൂടി ചേരുന്ന ഒരു കോമ്പിംഗ് സിസ്റ്റം നമുക്കെടുക്കാൻ കഴിയണം. ഇപ്പം കേരളം മാത്രം എന്തെങ്കിലും ചെയ്താലും ഈ വന്യജീവികൾ വിഡ്രോ ചെയ്യും, മറ്റൊരു സംസ്ഥാനത്തിന്റെ അതിർത്തിയിലേക്ക് വിഡ്രോ ചെയ്യും. സർക്കാർ നടപടികൾ അപര്യാപ്തമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടത് തരംഗത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന തനിക്ക് 15,000-ൽ പരം ഭൂരിപക്ഷം നൽകി അനുഗ്രഹിച്ച പാലാക്കാർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് 30,000-ൽ കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. നമുക്ക് 15,378 ഭൂരിപക്ഷം ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതോടെ ഫ്രാൻസിസ് ജോർജ് 30,000 ഭൂരിപക്ഷം പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയോജക മണ്ഡലം ചെയർമാൻ N. സുരേഷ് അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ, ടോമി കലാനി, ജോയ് എബ്രഹാം, നാട്ടകം സുരേഷ്, സജി മഞ്ഞക്കടമ്പിൽ, മോളി പീറ്റർ, സലിം P. മാത്യു, ജോർജ് പുളിങ്കാട്, അനസ് കണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കിടങ്ങൂരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് വ്യാപാര സ്ഥാപനമുടമ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി. സ്വകാര്യ വായ്പാ ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലെടുത്ത ലോണിൽ വൻ കിണക്കിണിയിലായിരിക്കുകയാണ് 30 പേർ. സ്ഥാപനമുടമ ഒളിവിൽ പോയതോടെ തട്ടിപ്പിൽപ്പെട്ട ഉപഭോക്താക്കൾ കിടങ്ങൂർ പോലീസിൽ പരാതി നൽകി. കിടങ്ങൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന RB ഹോം ഷോപ്പ് എന്ന ഫർണിച്ചർ സ്ഥാപനത്തിലെത്തിയവരും സ്ഥാപന ഉടമയുടെ പരിചയക്കാരുമാണ് കടക്കണിയിലായത്. കടയിൽ സാധനം വാങ്ങാൻ എത്തുന്നവരെ ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞ് ആധാർ നമ്പറും ഫോൺ നമ്പറും ഫോണും വാങ്ങി സാധനം വാങ്ങിയെന്ന പേരിൽ തവണ വ്യവസ്ഥയിൽ വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവരിലുമാണ് കൂടുതലും തട്ടിപ്പിന് ഇരയായത്. 2,000 രൂപയുടെ ഗ്യാസ് അടുപ്പ് വാങ്ങാനെത്തി 1.5 ലക്ഷം രൂപയുടെ കടക്കാരനായവരും ഇക്കൂട്ടത്തിലുണ്ട്. തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും വിളിച്ചപ്പോഴാണ് പലരും സംഭവം അറിയുന്നത്. ഞാൻ ഒരു അടുപ്പ് വാങ്ങിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അടുപ്പ് മാറി തന്നപ്പം പിന്നെ പൈസ ഒന്നും തരണ്ട, പുള്ളിക്കാണ് പൈസ അല്ലാതെ എൻ്റെ കിട്ടുന്ന കേസാണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ച് തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ഫോണേ വന്നിരിക്കുന്നത് 16,000 രൂപ വരുന്നുണ്ട്. പരാതിയുമായി എത്തിയവരിൽ പലർക്കും ബാങ്ക് ഈടാക്കിയ പണം തിരികെ കൊടുത്തു. എന്നാൽ ഇപ്പോഴും വലിയ തുക തിരിച്ചടവ് നിലനിൽക്കുന്ന നിരവധി പേരുണ്ട്. 28 പേരുടെ പരാതിയാണ് കിടങ്ങൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 40 പേരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു. കടയിൽ നിന്നും മുൻകാലങ്ങളിൽ സാധനം വാങ്ങിയവരാണ് ഒരു വിഭാഗം. എന്നാൽ തങ്ങൾ OTP നൽകിയിട്ടില്ലെന്ന് പറയുന്നവരും പരാതിക്കാരിലുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കിടങ്ങൂർ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കിടങ്ങൂർ SHO സതികുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചും CBI അന്വേഷണം ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് മുട്ടത്തുകവല കാക്കതൂക്കിയിൽ മനോജ് KR നിര്യാതരായി. 46 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ക്യാബിനറ്റ് ചാനൽ മുൻ ജീവനക്കാരനാണ്. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസിന്റെ കീഴിലുള്ള ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. HSSTയിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിലെ അധ്യാപക തസ്തികയിലും MCRT തസ്തികയിലുമാണ് ഒഴിവ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048282202751.
പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പൈക സാമൂഹ്യാരോഗ്യ കേന്ദ്രം ലാബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ BSc MLT DMLT യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 0482 222 5347. ഉഴവൂർ SDS പ്രോജക്ടിന്റെ പരിധിയിൽ വരുന്ന കടപ്ലാമറ്റം, രാമപുരം പഞ്ചായത്തുകളിൽ അംഗനവാടി വർക്കർ സെലക്ഷൻ ലിസ്റ്റ് രൂപീകരിക്കുന്നതിന് SSLC പാസ്സായ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെ. പഞ്ചായത്തുകളിലും അംഗനവാടികളിലും അപേക്ഷ ഏപ്രിൽ 15 വരെ കുറവിലങ്ങാട് കോഴിയിലുള്ള SDS കാര്യാലയത്തിൽ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം ഒരാൾക്ക് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പെരുന്ന NSS ആസ്ഥാനത്തെത്തി. G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. പവന് 48,080 രൂപ. 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 6,010 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.